നാംസുൺ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹാജ കയ്യിലുണ്ടായിരുന്ന കത്തിയുമായിട്ട് നാംസുന്റെ അടുത്തേക്കൊക്കെ ഓടുന്നുണ്ട്. ഹാജ കുത്തുന്നതിന് മുമ്പായിട്ട് നാംസുൺ അവളുടെ കയ്യിലൊക്കെ പിടിക്കുന്നത് കൊണ്ട് തന്നെ കുത്തൊന്നും കിട്ടുന്നില്ല. എന്നെ കൊല്ലുവാൻ മാത്രമുള്ള വെറുപ്പൊക്കെ നിനക്കുണ്ടോ എന്ന് നാംസുൺ ഹാജയുടെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും നീ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ വീട്ടിൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കുവാൻ സാധിക്കുമായിരുന്നു എന്നൊക്കെ ഹാജയും പറയുന്നു. ഞാനൊരു പോലീസാണ്, നാംസുൺ നിന്നോട് ക്ഷമിച്ചാലും ഞാൻ നിന്നോട് ക്ഷമിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഹീസിക്കും അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവളുടെ എല്ലൊക്കെ ഒടിഞ്ഞിരിക്കുകയാണെന്നാണ് അവൾ പറയുന്നത്. അമ്മയും ഇപ്പോൾ ഷിയോനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവരും ഒന്നിച്ചിരുന്ന് ചീട്ട് കളിക്കുന്നു. കളിയിൽ വിജയിക്കുന്നതാരാണോ അയാൾ ഒരു ഓഫറൊക്കെ വെക്കണം. ആ ഒരു ഓഫർ തോൽക്കുന്ന ആൾ നിരസിക്കുവാനായിട്ട് പാടില്ല എന്നാണ് അമ്മ പറയുന്നത്. ഷിയോയും അത് സമ്മതിക്കുന്നു. എന്നാൽ പോലും അവർ കളിച്ചു തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ഷിയോ ആണ് തോൽക്കുന്നത്. നിന്റെ കമ്പനിയായിട്ടുള്ള ഡൂഗോ ഇപ്പോൾ വളരെ വലിയൊരു കുതിപ്പിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിലെ യഥാർത്ഥത്തിലുള്ള രഹസ്യം എന്താണെന്ന് അമ്മ ചോദിക്കുമ്പോൾ ഗെയിം ചേഞ്ചർ എന്നാണ് അതിനെക്കുറിച്ച് ഷിയോ വിശേഷിപ്പിക്കുന്നത്. ഇപ്പോഴുള്ള മാർക്കറ്റിങ്ങിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കുന്നത്ര ശക്തിയൊക്കെ വേണമെന്നാണ് ഷിയോ ആഗ്രഹിക്കുന്നതും. അങ്ങനെ ഒരു ശക്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ശക്തിയില്ലാത്ത എല്ലാവരും തന്നെ തളർന്നു പോകുന്നതായിരിക്കും. ആ ഒരു സമയത്ത് ഫുഡ് ചെയിൻ്റെ ഏറ്റവും മുകളിലെത്തുവാൻ എനിക്ക് സാധിക്കുമെന്നും ഷിയോ പറയുന്നു. പക്ഷേ ശക്തി കൂടുതലുണ്ടെങ്കിൽ ശക്തി കുറവുള്ളവരെ സഹായിക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് അമ്മ പറയുന്നതും. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ പണമൊക്കെ ഉപയോഗിച്ച് ഞാൻ അതാണ് ചെയ്യാറുള്ളതെന്നും അമ്മയെ അറിയിക്കുന്നു. നിനക്ക് എത്രത്തോളം പണം വേണമോ അത്രത്തോളം പണമൊക്കെ നിന്റെ ഡൂക്കോയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് അമ്മ പറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡൂക്കോയ്ക്ക് എത്രത്തോളം ആസ്തി ഉണ്ടെന്നെങ്കിലും നിങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അവനും കളിയാക്കിക്കൊണ്ടൊക്കെ പറയുന്നു. ഡൂഗോനെ ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കുവാനായിട്ട് എത്രത്തോളം പണം വേണമോ ആ ഒരു തുക ആയിരുന്നു അമ്മ പറയുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ബിസിനസ്സൊക്കെ ചെയ്ത് ഇത്രത്തോളം പണം കിട്ടിയതെന്നൊക്കെ അവന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരുവിധ തട്ടിപ്പും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെയൊക്കെ പണമുണ്ടാക്കിയതെന്നായിരുന്നു അമ്മയുടെ മറുപടി. മാത്രമല്ല അമ്മയ്ക്ക് എത്രത്തോളം സ്വത്തുണ്ടോ അതിൻ്റെയൊക്കെ തന്നെ ഡീറ്റെയിൽസ് അവനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നിലവിലുള്ള ഇൻവെസ്റ്റേഴ്സ് അല്ലാതെ ശരിക്കും ഈ ഡൂഗോയ്ക്ക് പിന്നിൽ പണമൊക്കെ നൽകുന്നത് ആരാണെന്നുള്ള സത്യം എനിക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പകരമായിട്ട് ആ ഒരു പണം എത്രയാണെങ്കിലും അത് തരുവാനായിട്ട് ഞാൻ തയ്യാറാണെന്നായിരുന്നു അമ്മയുടെ മറുപടി. അമ്മ അങ്ങനെ അവിടെ നിന്നും പോകുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന രണ്ടുപേരെ അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലൊരാൾ ഒരുപാട് പൊക്കവും വണ്ണമൊക്കെ ഉള്ള ഒരാളും മറ്റൊരാൾ മുഖത്ത് കുറച്ച് പരുക്ക് പറ്റിയതുമായിരുന്നു. അച്ഛനും ഷോപ്പൊക്കെ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവരുടെ ഒരു ഫാമിലി ഫോട്ടോ ശ്രദ്ധിക്കുകയാണ്. ആ ഫോട്ടോയിൽ അച്ഛനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫാമിലിയിൽപ്പെട്ട ആളാണെന്നോ അല്ലെങ്കിൽ ഒരു അപരിചിതനാണെന്നോ തോന്നുകയില്ല. ഇതിൻ്റെ രണ്ടിനും നടുവിലാണ് താൻ ഉള്ളത് എന്നൊക്കെ അച്ഛനും മനസ്സിലാക്കുന്നു. അങ്ങനെ ഇരിക്കെ നാമിനും തനിക്ക് ആ വീട്ടിൽ നിന്നും ഒരു സ്വാതന്ത്ര്യമൊക്കെ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വളരെയധികം ഹാപ്പി ആയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വരികയാണ്. നാംസോന്റെ ഐഡന്റിറ്റിയൊക്കെ വളരെയധികം രഹസ്യമാക്കി വെക്കുവാനാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആളുകൾ കാണുന്ന രീതിയിൽ ഫോട്ടോ ഒന്നും വയ്ക്കുവാനായിട്ട് പാടില്ല എന്ന് കൂടി അച്ഛനെ നാമിനെ അറിയിക്കുന്നു. സിയോനെ ഡീപ് ഫേക്ക് ടെക്നോളജിക്ക് യൂസ് ചെയ്തിട്ട് ഒരാൾ പറ്റിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അങ്കിളും അയാളുടെ റിയൽ ആയിട്ടുള്ള ഐഡന്റിറ്റിയൊക്കെ കണ്ടെത്തുന്നു. പക്ഷെ അങ്കിളും ഇത് വളരെയധികം ഇല്ലീഗലായിട്ടൊക്കെ ആയിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പോലീസിനെ വിളിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അങ്ങനെ ഇരിക്കെ അയാളുടെ റിയൽ ആയിട്ടുള്ള അഡ്രസ്സൊക്കെ അമ്മയ്ക്ക് അങ്കിൾ എഴുതിയും കൊടുക്കുന്നു. അവർ രണ്ടുപേരും കൂടി അതിൻ്റെ പിറകൊക്കെ പോകുമ്പോഴത്തേക്കും അങ്കിളും മടുത്തിട്ടൊന്ന് കിടക്കുകയായിരുന്നു. അപ്പോഴേക്കും രണ്ടുപേർ അകത്തേക്ക് വന്നിട്ട് ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് തന്നെ പോകുന്നു. അങ്കിൾ മാത്രമാണല്ലോ ഇപ്പോൾ കടയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു സഹായത്തിനായിട്ട് അമ്മയുടെ സെക്രട്ടറിനെയും കൂടി അങ്കിൾ വിളിക്കുകയാണ്. ലീഡറിൻ്റെ അടുത്ത് ഓയത്തി കഴിയുമ്പോഴത്തേക്കും ഞാനിന്ന് വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഈ വീട്ടിൽ തനിച്ചിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞാനും വർക്കിനൊക്കെ പോകുകയാണെന്ന് പറഞ്ഞ് ഓടെ കൂടെ ലീഡറും കൂടി പോകുകയാണ്. ഹാജ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാംസോൺ ഇരുന്നിട്ടുണ്ടായിരുന്നതെങ്കിലും ഹാജ നന്നാക്കുകയില്ല എന്നൊക്കെ ഹീസിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനി ഒരിക്കലും ആരെയും വെറുതെ അങ്ങ് വിശ്വസിച്ചേക്കരുത് എന്നൊക്കെ ഹീസിക്കും അവളോട് പറയുന്നു. അങ്ങനെ ഇരിക്കെ ടീം ലീഡും അവനെ വിളിച്ചതിന് ശേഷം നാംസോൺ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ ടെസ്റ്റ് ചെയ്തിട്ടും അതിലൊന്നും തന്നെ ഡ്രഗ്സ് കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല എന്നൊക്കെ ഹീസിക്കിനെ അറിയിക്കുകയാണ്. നമ്മൾ സിയോയുടെ കമ്പ്യൂട്ടറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഡ്രഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നും കിട്ടുകയില്ലേ, അതല്ലേ കൂടുതൽ നല്ലത് എന്നൊക്കെ അവളും ചോദിക്കുകയാണ്. എന്നാൽ നമുക്ക് സിയോയുടെ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്യാം, അതിൽ നിന്നും ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസും കിട്ടുമെന്നൊക്കെ അവനും പറയുന്നു. നേരത്തെ നാംസോൺ രക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവൻ്റെ അടുത്തേക്കൊക്കെ നാംസോൺ ചെന്നിട്ട് അവനെക്കുറിച്ച് ഹെൽപ്പൊക്കെ ചെയ്യുകയാണ്. അവന് വന്ന് ഉറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ പോലും ഒരു എനർജി ഡ്രിങ്ക് ഒക്കെ കുടിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ വളരെയധികം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്ന് അവളോടും പറയുന്നു. അമ്മയും അച്ഛനെ കോൾ ചെയ്തിട്ട് നാളെ നമ്മളൊരു പാർട്ടിയൊക്കെ വെക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഇരിക്കണമെന്നൊക്കെ പറയുകയാണ്. നാളെ അച്ഛൻ്റെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് തന്നെ അമ്മ അച്ഛനൊരു സർപ്രൈസ് ഒക്കെ നൽകുവാനായിട്ട് പാർട്ടി വയ്ക്കുന്നതാണെന്ന് നാമിനും പറയുകയാണ്. വെയിറ്റ് ഒക്കെ കുറയ്ക്കുവാനായിട്ട് നാമിനൊരു മരുന്ന് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഒട്ടും തന്നെ വിശപ്പില്ല എന്ന് പറഞ്ഞ് ഫുഡൊക്കെ മിച്ചം വെക്കുന്നു.
ലീഡറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വെള്ളം കുടിക്കുവാനായിട്ടൊക്കെ അയാൾക്ക് തോന്നുകയാണ്. അയാളും കുപ്പയിലുണ്ടായിരുന്ന ഒരു വെള്ളം ഇച്ചിരി മാത്രം എടുത്ത് ചുണ്ടിലൊക്കെ തൂക്കുമ്പോഴത്തേക്കും നേരത്തെ ഇതുപോലെ ഒരുപാട് ശക്തിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്ന ആ ഒരു സന്ദർഭങ്ങളൊക്കെ അയാളും ഓർക്കുകയാണ്. അങ്ങനെ അയാളും ഡ്രഗ്സ് ഒക്കെ ഉണ്ടായിരുന്ന മാസ്ക് എടുത്ത് നോക്കുന്നു. നീ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് അങ്കിൾ സെക്രട്ടറിയോട് ചോദിക്കുമ്പോഴത്തേക്കും അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു പ്രതീക്ഷയിലാണ് താൻ ജീവിക്കുന്നതെന്നായിരുന്നു സെക്രട്ടറി പറയുന്നതും. സെക്രട്ടറിക്ക് ഗോൾഫൊക്കെ പ്രാക്ടീസ് ചെയ്യുവാനായിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നിനക്ക് എന്നെക്കുറിച്ച് എന്താണ് തോന്നുന്നതെന്ന് അങ്കിളും ചോദിക്കുകയാണ്. പക്ഷെ സെക്രട്ടറിക്ക് ആ ഒരു ചോദ്യത്തിനോട് പോലും പുച്ഛമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് നാം മിച്ചം വന്നിട്ടുണ്ടായിരുന്ന ഫുഡൊക്കെ ആയിട്ട് അവരുടെ അടുത്തേക്ക് എത്തുന്നതും. മുത്തശ്ശി ഇപ്പോൾ അവരുണ്ടായിരുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. വാതിലിന്റെ ലോക്ക് പോലും മുത്തശ്ശി തകർത്തകത്തേക്ക് കയറുന്നു. ആ റൂമിൽ രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാള് എന്താണ് കാര്യമെന്നൊക്കെ ചോദിച്ച് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും മുത്തശ്ശി ഒറ്റ തട്ടൊക്കെ തട്ടി അയാൾ മറിഞ്ഞു വീഴുകയാണ്. മുത്തശ്ശിയും അയാളെ എടുത്തുപൊക്കി നിൽക്കുമ്പോഴത്തേക്കും അടുത്തയാളോട് രക്ഷപ്പെടുവാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ മുത്തശ്ശി കയ്യിലുണ്ടായിരുന്ന ആളെ മറ്റേയാളുടെ മേത്തേക്കൊക്കെ വലിച്ചെറിയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വീഴുമ്പോഴത്തേക്കും സിയോയും അതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. മുത്തശ്ശി അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചെടുത്തോണ്ടൊക്കെ വരുമ്പോഴത്തേക്കും സിയോയും മുത്തശ്ശിക്ക് വേണ്ടി വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നു. പേടിക്കുവാനായിട്ട് ഒന്നും തന്നെയില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും നിനക്ക് പിന്നീട് പറഞ്ഞു തരാമെന്നൊക്കെ മുത്തശ്ശിയും സിയോയോട് ക്യൂട്ടായിട്ടൊക്കെ പറയുന്നു. മുത്തശ്ശിയും അവരുമായിട്ട് പോലീസ് സ്റ്റേഷനുള്ളിലൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും വരുന്ന വഴിക്കുള്ള എല്ലാ പോലീസുകാരും മുത്തശ്ശിനെ തന്നെ ആയിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതും. ഇവന്മാരെ പിടിക്കുവാൻ 6 മാസം വേണമെന്നൊക്കെയല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ ഞാനിതാ ഒറ്റ ദിവസം കൊണ്ട് ഇവരെ പിടിച്ചു തന്നിരിക്കുന്നു എന്നൊക്കെയാണ് മുത്തശ്ശി പോലീസിനോട് പറയുന്നത്. സിയോയ്ക്ക് കൊടുക്കാനുള്ള തുകയൊക്കെ നിങ്ങൾ എത്രയും വേഗം കൊടുത്തു തീർത്തോണം, ഇല്ല എങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ അസ്ഥിയും ഞാൻ പൊടിച്ചതിന് ശേഷം അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കുമെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോഴത്തേക്കും അവരാകെ പേടിച്ചു പോകുന്നു. വളരെയധികം ശ്രദ്ധിച്ച് ഇവരുടെ കേസൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് മുത്തശ്ശി പോലീസിനോട് പറയുന്നു. പിന്നീട് മുത്തശ്ശി വളരെയധികം ക്യൂട്ടായിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ടിനെ പോലെ സിയോയുടെ കൈപിടിച്ച് നടന്നു പോകുമ്പോഴത്തേക്കും നേരത്തെ നിങ്ങളും മറ്റൊരു വണ്ടിയുടെ ഡ്രൈവറും തമ്മിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായതായിരുന്നല്ലോ, ആ ഡ്രൈവർ മരണപ്പെട്ടു പോയിരിക്കുന്നു. ഡ്രഗ് ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചതിന്റെ പേരിൽ അറ്റാക്ക് വന്നായിരുന്നു അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പോലീസ് മുത്തശ്ശിനെ അറിയിക്കുകയാണ്. അന്നത്തെ ദിവസം പാർക്ക് ചെയ്യുവാൻ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടായിട്ടും അയാൾ എൻ്റെ വണ്ടിയുടെ മുമ്പിലൊക്കെ വന്ന് പാർക്ക് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നിയതായിരുന്നു. എന്തായാലും അയാളുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ മുത്തശ്ശി പറയുന്നുമുണ്ട്. എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഒരു പ്രത്യേക ശക്തിയുണ്ട് എന്നൊക്കെ മുത്തശ്ശിയും സിയോനെ അറിയിക്കുകയാണ്. നാളെ എൻ്റെ മകൾ ഒരു പാർട്ടിയൊക്കെ വയ്ക്കുന്നുണ്ട്, ആ പാർട്ടിക്ക് നീ എൻ്റെ ഒപ്പം വരികയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ മുത്തശ്ശി ഒരു ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള സംശയമൊക്കെ സിയോയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സ്വന്തമായിട്ടാണ് എൻ്റെ മക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ സ്ത്രീ തന്നെയാണെന്നൊക്കെ മുത്തശ്ശിയും പറയുന്നു. ഡൂഗോ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ഷിയോ ഉണ്ടായിരുന്നത് റഷ്യയിലായിരുന്നു. അയാൾ അവിടെ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തുവാനും ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഷിയോയുടെ ഫോട്ടോസ് ആണെന്ന് പറഞ്ഞിട്ട് അയാളുടെ ഫോട്ടോസും ഓപ്പലൻ്റെ ആൾ അമ്മയ്ക്ക് നൽകുന്നു. റഷ്യയിലെ മാഫിയ ഗ്രൂപ്പിന്റെ പേര് കൂടി അമ്മ അയാളോട് ചോദിക്കുന്നു. ഡൂക്കോഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും സാധനങ്ങളൊക്കെ നംസർ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിന്റെ വീഡിയോസൊക്കെ ഷിയോയിനെ കാണിക്കുകയാണ്. ഇവരെല്ലാവരും തന്നെ ടെറ്റ്സക് എന്ന നെയിമാണ് നംസറിനെ വിളിക്കുന്നത്. ടെറ്റ്സക് എന്തിനാണ് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഷിയോ ഹെഡിനോട് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഹ്വാജയും നാംസൂണും കൂടി ചേർന്നിട്ടായിരുന്നു ആ ഒരു സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു വിഹിതമൊക്കെ കിട്ടണമെന്ന് ഹ്വാജ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ടെറ്റ്സക് അവളെ ഇടിച്ച് വീഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഒരു കള്ളത്തരം ഹെഡും പറയുകയാണ്. മാത്രമല്ല ആ ഒരു വീഡിയോയും കാണിച്ചു കൊടുക്കുന്നു. ഹ്വാജ ഒരു കള്ളപ്പേരിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്, അവളുടെ യഥാർത്ഥത്തിലുള്ള പേര് കൂടി അയാൾ പറഞ്ഞു കൊടുക്കുന്നു. എനിക്കിന്ന് അച്ഛനെ കാണുവാനായിട്ട് പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് തിരിച്ചു വരുന്നതായിരിക്കുമെന്ന് നാംസോൺ പറയുകയാണ്. നീ വരുവാൻ ഒരുപാട് വൈകുകയാണെങ്കിൽ ഞാനും പെട്ടെന്ന് തന്നെ സ്ഥലം വിടുന്നതായിരിക്കുമെന്നൊക്കെ ഹീസിക്കും പറയുന്നു. നാംസോണും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓടിപ്പോകുന്നത് കാണുമ്പോഴത്തേക്കും എൻ്റെ മകളെ നിനക്ക് ഇഷ്ടമാണോ എന്ന് നാംസോണിൻ്റെ അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇപ്പോൾ ഹീസിക്കും ഓർക്കുന്നത്. അവൻ ആദ്യം അല്ല എന്നൊക്കെ മറുപടി പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആയിരിക്കാമെന്ന് കൂടി അവൻ പറയുന്നു. ഇപ്പോൾ നാമസുന്റെ അമ്മേനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഷിയോയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും വലിയ പണക്കാർ പോലും നാമസുന്റെ അമ്മയുടെ കയ്യിൽ നിന്നും പണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും അവൾ വലിയൊരു സംഭവമാണെന്നുള്ള കാര്യം ഷിയോയും മനസ്സിലാക്കുന്നു. പക്ഷെ അത് നാംസുന്റെ അമ്മയാണെന്നോ ടെറ്റ്സക് നാംസോൺ ഉള്ള കാര്യമൊന്നും ഷിയോയ്ക്ക് അറിയുകയില്ല. ഓപ്പലൻ്റെ ആളോട് ബ്ലഡ് സോങ്ങിനെ കുറിച്ച് കൂടി ഒന്ന് അന്വേഷിക്കാമെന്നൊക്കെ ചോദിക്കുകയാണ് അമ്മ. ഈ ഒരു സ്ഥലത്തുള്ള എല്ലാ സ്ത്രീകളെയും വശത്താക്കിയിട്ട് അവരുടെ കയ്യിൽ നിന്നും വലിയൊരു തുകയൊക്കെ അയാൾ തട്ടിയെടുത്തിട്ടുണ്ട്. എന്തായാലും അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ടായിരുന്നു അമ്മ ആഗ്രഹിക്കുന്നതും. അങ്ങനെ ഇരിക്കുകയാണ് നമ്പേഴ്സൊക്കെ പറയുന്ന ആള് അമ്മേനെ വിളിച്ചിട്ട് 3 നമ്പേഴ്സൊക്കെ പറയുന്നത്. അതായത് അയാളുടെ ബോസ് ഇപ്പോഴുള്ള സ്ഥലത്തിന്റെ നമ്പേഴ്സാണ് ഈ പറഞ്ഞിട്ടുള്ളത്.
പതിവ് പോലെ വാക്കുകൾ കൊണ്ട് സോങ് ബ്രെഡ് ഒരാളെ കയ്യിലെടുത്തിരിക്കുകയാണ്. മഴ പോലെ പണമൊക്കെ പെയ്തു വരുമെന്നാണ് സോങ് ബ്രെഡ് അവളോട് പറയുന്നതും. ഈ ഒരു രഹസ്യം മറ്റാരും തന്നെ അറിയുവാനായിട്ട് പാടില്ല എന്നൊക്കെ സോങ് ബ്രെഡ് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ അമ്മയും കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് പരിചയമുള്ള സ്ത്രീ ആയിരുന്നു അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നതും. അമ്മയും അവരുടെ ഇടയിലൊക്കെ പോയി ഇരുന്നിട്ട് ഇവർ സംസാരിക്കുന്ന എന്ത് കാര്യമായിരുന്നു എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അമ്മേനെ കാണുന്ന സോങ് ബ്രെഡും കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ അവിടെ വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്നു. സോങ് ബ്രെഡിന്റെ പിറകെ തന്നെ ആ സ്ത്രീയും പോകുന്നുണ്ട്. നീ ഇവിടെ നിന്നും സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് സിഒ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം നീ സിഒനെ കാണുവാനായിട്ട് ചെല്ലണമെന്നൊക്കെ ഹെഡും നാംസൂണിനോട് പറയുകയാണ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു അവസരമൊക്കെ കിട്ടിയിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ മോഷ്ടിച്ചതിന്റെ പേരിൽ സിഒയ്ക്ക് എന്നെ കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു അവസരമൊക്കെ മുതലാക്കി ഞാൻ അയാളുമായിട്ട് കൂടുതലായിട്ട് കമ്പനി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അപകടം പിടിച്ച രീതിയിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഹീസിക്കും അവളോട് പറയുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും തന്നെ കേൾക്കുവാനും കൂട്ടാക്കുന്നില്ല. ഫേക്ക് ആയിട്ടുള്ളതാണെങ്കിലും ഞാനും ഇപ്പോൾ ഒരു പോലീസാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സിഒനെ കാണുവാനായിട്ട് നാംസൂൺ പോകുന്നത്. അങ്ങനെ ഷിയോയുടെ റൂമിന് വെളിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനൊക്കെ കണ്ടിട്ട് അവളും കൈയും കാലും ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ടെങ്കിലും അയാൾ മൈൻഡ് ചെയ്യാതെ ആകുമ്പോഴത്തേക്കും അതൊരു പ്രതിമയായിരിക്കുമെന്നൊക്കെ അവളും തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ അവളും ഷിയോയും നേരിട്ട് കാണുകയാണ്. ഞാൻ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയതിന് നീ എന്നോട് ക്ഷമിക്കണം. മംഗോളിയയിൽ വൈറ്റ് എന്നാൽ ഗ്രേറ്റ്നസ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ എൻ്റെ പേരൻസിന് നൽകുവാനായിട്ടായിരുന്നു വൈറ്റ് കളറുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നതെന്നാണ് നാംസൂൺ പറയുന്നത്. പൈസ കൊടുക്കാതെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയത് കൊണ്ട് തന്നെ നീ എൻ്റെ ശമ്പളത്തിൽ നിന്നും അതിൻ്റെ പൈസ പിടിച്ചോളാൻ കൂടി അവൾ പറയുന്നുമുണ്ട്. ഞാൻ നിന്റെ അടുത്ത് മയങ്ങി പോയിരിക്കുന്നുവെന്നാണ് ഷിയോയും നാംസൂണിനോട് പറയുന്നത്. അങ്ങനെ ഇരിക്കെ നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്നൊക്കെ നാംസൂൺ ചോദിക്കുമ്പോഴത്തേക്കും അവനെ സമ്മതിക്കുന്നു. ഷിയോ നമ്പർ കൊടുത്തതിന് ശേഷം ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് നാംസൂണെ ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ നാംസൂൺ അന്ന് കുറച്ച് തിരക്കായിരുന്നു. നമുക്ക് പിന്നീട് ഒരു ദിവസം ഫിക്സ് ചെയ്യാം, അന്ന് നീ എനിക്ക് മീറ്റൊക്കെ മേടിച്ച് തരണമെന്ന് അവളും പറയുകയാണ്. നാംസൂണും ഇനി മോഷ്ടിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ പിടിച്ചതിന് ശേഷം നീ എന്നെ കോണ്ടാക്ട് ഒക്കെ ചെയ്യണം, ഞാൻ ഉറപ്പായിട്ടും നിനക്ക് മീറ്റൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറയുകയാണ്. ഡൂഗോയുടെ സിഒ ആയിട്ടുള്ള ഷിയോയുടെ നമ്പറൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് നാംസൂണും ഹീസിക്കിനെ വിളിച്ച് പറയുന്നുണ്ട്. നാംസൂണും ഇപ്പോൾ അച്ഛനെ കാണുവാനായിട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നീ അച്ഛനെ കാണുവാനായിട്ട് പോകുന്നതെന്ന് ഹീസിക്ക് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരുപാട് ഡ്രാമാസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഗേൾസ് ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ബോയ്സ് അവരെ കാണുവാൻ സുന്ദരിയായിട്ടുണ്ടെന്നൊക്കെ പറയും. പിന്നെ മറ്റൊന്നും കൂടി ഞാൻ കണ്ടുപഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നാംസൂണും അവൻ്റെ മേത്ത് ചെറുതായിട്ടൊന്ന് ഇടിച്ചതിന് ശേഷം എന്നെ ഒന്ന് പിടിക്കാൻ നോക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടുകയാണ്. അപ്പോൾ ഹീസിക്കും അവളെ പിടിക്കുവാനായിട്ട് ഓടിക്കുന്നു. ഇതെല്ലാം തന്നെ ഷിയോയും കാണുകയാണ്. അച്ഛനും അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഹീസിക്കിനെയും കൂടി കണ്ടു കഴിയുമ്പോഴത്തേക്ക് നീ നാംസൂണിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്നൊക്കെ അച്ഛന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വെറും ഫ്രണ്ട്സ് മാത്രമാണെന്ന് അവൻ പറയുകയാണ്. മാത്രമല്ല നാംസൂണ് ഫോട്ടോ എടുക്കുവാനായിട്ട് നിങ്ങളുടെ കടയൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനാണെന്നുള്ള കാര്യം കൂടി ഹീസിക്ക് പറയുമ്പോഴത്തേക്കും അച്ഛനും ഒരുപാട് സന്തോഷമാകുന്നു. നാംസൂണും അച്ഛനും കൂടി ചേർന്നിട്ട് ഒരുപാട് റൈഡിലൊക്കെ കയറുകയും അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യുകയാണ്. പിന്നീട് നാംസൂണും അച്ഛനെ എടുത്തോണ്ട് ഓടുകയൊക്കെ ചെയ്യുന്നു. അവരും ഒരുപാട് ഗെയിംസ് ഒക്കെ കളിച്ചതിന് ശേഷം ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. കുട്ടിയായിരിക്കുന്ന സമയം തൊട്ട് നിനക്ക് നക്ഷത്രങ്ങളൊക്കെ നോക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ടായിരുന്നു മൊഗോളിയയിൽ നക്ഷത്രങ്ങളെയൊക്കെ കാണിക്കുവാനായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അമ്മ എപ്പോഴും ജോലിക്കൊക്കെ പോകും, ഞാനായിരുന്നു നിന്നെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നത്. ഒരു ദിവസം നിനക്ക് നക്ഷത്രങ്ങളൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞ് ചാടാനൊക്കെ തയ്യാറായി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനും നിനക്ക് അത്രത്തോളം ഉയരത്തിൽ ചാടുവാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തിൽ നിന്നെയും തടയുവാനായിട്ട് നിന്നില്ല. റൂഫിന് മുകളിലൊക്കെ കയറിയിട്ട് നക്ഷത്രത്തിനെ പിടിക്കുവാനായിട്ട് നീ ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീ വീഴുകയും ചെയ്തു. നീ വളരെയധികം സ്ട്രോങ് ആയിരുന്നത് കൊണ്ട് തന്നെ അമ്മയ്ക്ക് നിന്നെക്കുറിച്ച് ഓർത്ത് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ നിന്നെ വളർത്തിയത് ഞാനായിരുന്നത് കൊണ്ട് തന്നെ നിന്റെ സേഫ്റ്റി ആയിരുന്നു എനിക്ക് ഏറ്റവും പ്രധാനം. നിന്നെ നഷ്ടപ്പെടുത്തിയതിൽ നീ എന്നോട് ക്ഷമിക്കണം. നീ ഇനി ഒരു അപകടത്തിലും ചെന്ന് ചാടിയേക്കരുത് എന്നൊക്കെ നാംസൂണിനോട് അച്ഛൻ പറയുമ്പോഴത്തേക്കും നാംസൂണും അച്ഛന് വാക്ക് നൽകുന്നു. നാംസൂണിന്റെ അമ്മേനെ കുറിച്ചൊക്കെ അന്വേഷിക്കുവാനായിട്ട് ഷിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവരുടെ മക്കളെ കാണാതായതായിരുന്നെങ്കിലും ഈ ഇടയ്ക്കാണ് കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഡൂഗോയിലെ ടെറ്റ്സക്കുമായിട്ട് ഒരു പെൺകുട്ടി ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അവളും മക്കളാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കാണുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവരുടെ റിയൽ ആയിട്ടുള്ള മക്കളൊക്കെ വന്നപ്പോഴത്തേക്കും അവളെ പുറത്താക്കുകയും ചെയ്തു. മകളെ കണ്ടെത്തുവാനായിട്ടാണ് ഒരു ന്യൂസ് പേപ്പർ കമ്പനി പോലും അവൾ മേടിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഷിയോനെ അയാൾ അറിയിക്കുകയാണ്. മക്കളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു ആർട്ടിക്കിൾ കൂടി കണ്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് നാംസൂണിന്റെ ഫോട്ടോ ആയിരുന്നില്ല, മറിച്ച് മറ്റൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പെൺകുട്ടി ആയിരിക്കും അവരുടെ മകൾ എന്നൊക്കെയാണ് ഷിയോ വിചാരിക്കുന്നത്. സെക്രട്ടറി പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡേറ്റിംഗ് ആപ്പിൽ നിന്നും ഒരു നോട്ടിഫിക്കേഷനൊക്കെ വരികയാണ്. വലിയ കാര്യത്തിന് അതിലുണ്ടായിരുന്ന കുറേയധികം ഫോട്ടോസൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ അവസാനത്തെ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കും ആളോടുള്ള എല്ലാ ഇഷ്ടവും അവൾക്ക് പോകുകയും ചെയ്യുന്നു. ഡൂഗോയുടെ സെർവറിലൊക്കെ കയറിയിട്ട് ഓരോ ഐറ്റംസ് ട്രാക്ക് ചെയ്യുവാനായിട്ടൊക്കെ ജിന്നിന്റെ അടുത്ത് ഹീസിക്ക് പറയുന്നുണ്ട്. പിന്നീട് അവിടെ നിന്ന് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് പാർട്ടിയുടെ കാര്യമൊക്കെ അമ്മയും ഹീസിക്കിനെ അറിയിക്കുന്നത്. അങ്ങനെ ഓരോരോ ആൾക്കാരൊക്കെ ആയിട്ട് പാർട്ടിയൊക്കെ കൂടുവാനായിട്ട് ഹോട്ടലിലേക്ക് എത്തുകയാണ്. ഹീസിക്കിനോട്
സിയോയോടും സ്വന്തമായിട്ടൊന്ന് പരിചയപ്പെടുത്തുവാനൊക്കെ അമ്മയും ആവശ്യപ്പെടുകയാണ്. എൻ്റെ പേര് ഹേസിക് എന്നാണ്, ഞാനൊരു പോലീസ് ഓഫീസർ ആണെന്നൊക്കെ അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങളും നാംസോണും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അങ്കിളും ചോദിക്കുന്നു. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ബന്ധമൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, എന്തായാലും ഞങ്ങളിൽ ഒരാൾക്ക് മറ്റൊരാളെ ആവശ്യമായിട്ടുണ്ടെന്നായിരുന്നു അവൻ പറയുന്നതും. സിയോയും ഞാനൊരു ബാരിസ്റ്റയാണ്, ഞാൻ മുത്തശ്ശിയുമായിട്ട് ഡേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുകയാണ്. എൻ്റെ അമ്മയ്ക്ക് അസുഖമുള്ള ഒരു മകനുണ്ടെന്നും അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണെന്നുമുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ എന്നൊക്കെ അങ്കിളും സിയോയോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ സിയോയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്നാണ് ആൾ പറയുന്നതും. നാംസോൺ ഈ വർഷം തന്നെ പ്രഗ്നൻ്റ് ആക്കണമെന്നൊരു ഉദ്ദേശമൊക്കെ അമ്മയ്ക്കുണ്ടായിരുന്നു. അമ്മയും അതിനെക്കുറിച്ച് ഹേസിക്കിൻ്റെ അടുത്തും അറിയിക്കുന്നു. അപ്പോഴാണ് സെക്രട്ടറിയും ഞാൻ പ്രഗ്നൻ്റ് ആണ്, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ നാംസോണിൻ്റെ അച്ഛൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നാംസോണിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത്. അത് കേട്ട് എല്ലാവരും ആകെ ഞെട്ടുന്നു. അച്ഛനും ഞാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി ചേർന്നിട്ട് അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ കുറ്റപ്പെടുത്തുകയാണ്. അതെല്ലാം തന്നെ കാണുന്ന അമ്മയും ബോധം കെട്ട് വീഴുന്നു. ഇനി അങ്കിളാകട്ടെ ഒരു കുപ്പിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അമ്മയുടെ മുഖത്ത് തളിക്കുവാൻ നോക്കുന്നുണ്ടെങ്കിലും കുപ്പി ആരെങ്കിലും തുറന്നു തരാമോ എന്ന് ചോദിച്ച് നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റും തന്നെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ കരയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കുമാണ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അവർ ആഘോഷിക്കുവാനായിട്ട് തുടങ്ങുന്നതും. അവരും അച്ഛനെ വെറുതെ ഒന്ന് പേടിപ്പിക്കുവാനൊക്കെ ശ്രമിച്ചതായിരുന്നു. അതെല്ലാം കാണുന്ന സിയോയും ഹേസിക്കും ആകെ ഞെട്ടിയാണ് അവിടെ നിൽക്കുന്നത്. പൂക്കളം നൽകുന്നതിന് പകരമായിട്ട് പണം കൊണ്ടുണ്ടാക്കിയ പൂക്കളൊക്കെ ആയിരുന്നു അച്ഛന് നൽകിയിട്ടുണ്ടായിരുന്നതും. അമ്മയും ഒരു പാട്ടൊക്കെ കുറച്ച് ഓവറായിട്ടൊക്കെ പാടുന്നുണ്ട്. നാംസോണെയും ഹേസിക്കിനെയും ചൂണ്ടിയിട്ടൊക്കെ ആയിരുന്നു അമ്മ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നതും. പക്ഷെ അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ഹേസിക്കും അതിശയത്തോടെ തന്നെ ആലോചിക്കുന്നു. ഇനി എല്ലാവരും കൂടി ചേർന്നിട്ട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ഇരിക്കുകയാണ്. നാമിനും മീറ്റൊക്കെ മുറിക്കുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അതൊരു കല്ല് പോലെ ആയിരുന്നു അവന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതും. പിന്നീട് അവർ ഒരുപാട് മദ്യവും കുടിക്കുന്നു. ഹേസിക്കും നാംസോണും കൂടി നടന്നു വരുമ്പോഴത്തേക്കും മുത്തശ്ശിയും സിയോയും കൂടി ഒന്നിച്ചിരുന്ന് ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. സിയോയ്ക്ക് പകുതി ബോധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മുത്തശ്ശിയും സിയോയുടെ കൂടെ ഡാൻസ് ഒക്കെ ചെയ്യുന്നുമുണ്ടായിരുന്നു. മംഗോളിയയിലുള്ള എൻ്റെ പേരൻസിനെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു അവസരമൊക്കെ കിട്ടുകയായിരുന്നെങ്കിൽ എനിക്ക് അവരുടെ കൂടെയും ഇവരുടെ കൂടെയും ഒരുപോലെ ജീവിക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്നൊക്കെയാണ് നാംസോൺ പറയുന്നത്. എനിക്ക് 18 വയസ്സുള്ളപ്പോഴായിരുന്നു എൻ്റെ ബ്രദർ മരിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ US പഠിക്കുവാനായിട്ട് പോയതായിരുന്നെങ്കിലും അവിടെ വെച്ച് അവൻ കൊല്ലപ്പെടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സംഭവത്തിന് ശേഷമായിരുന്നു ഹേസികം പോലീസാകുവാനായിട്ട് തീരുമാനിച്ചതെന്നൊക്കെ അവൻ പറയുന്നു. നിനക്കെങ്കിലും നിന്റെ ബ്രദറിനെ കാണുവാനായിട്ട് സാധിച്ചല്ലോ. എൻ്റെ ബ്രദർ ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യമായിരുന്നെങ്കിലും ഞാനത് സാധിച്ചു കൊടുത്തേനെ എന്നൊക്കെയാണ് ഹേസിക പറയുന്നത്. നീ എൻ്റെ ഒപ്പം ഉള്ളപ്പോഴെല്ലാം എൻ്റെ മൂഡ് പോലും മാറ്റിയെടുക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടെന്നൊക്കെ അവൻ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഫീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതും. സിയോയുടെ ബോധമൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും മുത്തശ്ശിയാണ് സിയോനെ എടുത്തുകൊണ്ടൊക്കെ പോകുന്നത്. എല്ലാവരും തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കും അമ്മയ്ക്ക് സന്തോഷമാകുന്നു. എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും ഫാമിലിനെ കുറിച്ച് തന്നെ ആയിരുന്നു അവർക്ക് സംസാരിക്കുവാനും ഉണ്ടായിരുന്നത്. ഹേസിക്കിന് ഞങ്ങളുടെ വീട്ടിലെ മരുമകനാകുവാനുള്ള യോഗ്യതയുണ്ടോ എന്ന് അറിയുവാനായിട്ടായിരുന്നു അമ്മ അവനെ കൊണ്ട് ഒരുപാട് മദ്യമൊക്കെ കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അങ്കിൾ പറയുമ്പോൾ, എന്തായാലും ഞങ്ങളുടെ നാംസോൺ അമ്മേനെ പോലെ ഒന്നുമല്ല, അവൾ വളരെയധികം പാവമാണ്, അവൾ ഒരിക്കലും വിഷമിപ്പിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ നാമിനും ഹേസിക്കിനോട് പറയുന്നു. ഞങ്ങളുടെ ഫാമിലിയിലേക്ക് നീ വിവാഹം കഴിച്ച് വരുന്നത് കൊണ്ട് തന്നെ എത്രയും വേഗം നീ നാംസോണിന് ഒരു പെൺകുട്ടീനെ കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി അമ്മമാരെ കാണിക്കുമ്പോഴത്തേക്കും അവരും നാംസോൺ ഒരു പെൺകുട്ടിക്ക് ജനിക്കണമെന്നായിരുന്നു ആഗ്രഹിക്കുന്നത്. അമ്മയും അച്ഛനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ അച്ഛനുമായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്നിക്കുവാനായിട്ട് അമ്മ ആഗ്രഹിക്കുന്നുമുണ്ടായിരുന്നില്ല. ഹേസിക്കിന് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവനും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നുണ്ട്. എന്തായാലും ഹേസിക്കിന് അവരുടെ ഫാമിലിയിലുള്ള എല്ലാ ബോയ്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മംഗോളിയയിൽ ഇടയ്ക്കൊക്കെ ചന്ദ്രനുള്ള സമയത്ത് പോലും റെയിൻബോസിനെയൊക്കെ കാണാറുണ്ടെന്നൊക്കെ നാംസോൺ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നാംസോണിന് വേണ്ടി ആ ഒരു റെയിൻബോസിനെയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് അവർ തയ്യാറായിരുന്നു. അങ്ങനെ അവരും പൂളിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് മുകളിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ റെയിൻബോയും വരുന്നു. ഹേസിങ്ങും അങ്ങനെ നടന്നൊക്കെ പോകുമ്പോഴത്തേക്കും പെട്ടെന്നൊരു മഴയൊക്കെ പെയ്യുകയാണ്. അവൻ ആകാശത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും റെയിൻബോയും അവൻ കാണുന്നു. നമ്മൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം തന്നെ നമുക്കിതുപോലെ റെയിൻബോസിനെയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുമെന്ന് അമ്മയും നാംസോണിന് പറഞ്ഞു കൊടുക്കുന്നു. ഡുഗോഡ് ഒരു വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഓണടിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും കുറച്ചധികം ആൾക്കാർ ആ വണ്ടിയുടെ ചുറ്റും കൂടുന്നു. നാംസോൺ സഹായിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യൻ ബോധമില്ലാതെ അതിൻ്റെ അകത്ത് കിടക്കുകയായിരുന്നു. ടീം ലീഡറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന കാര്യമൊക്കെ ഹേസിക്കും മനസ്സിലാക്കുകയാണ്. എനിക്ക് നിന്നെ ഡുഗോഡ് ലോബിസ്റ്റ് ആക്കിയാൽ കൊള്ളാമെന്നൊക്കെയുണ്ട്. നിനക്ക് ഒരുപാട് പണവും വലിയൊരു പദവിയും ലഭിക്കുന്നതായിരിക്കും. നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നൊക്കെ ഷിയോ പറയുമ്പോഴത്തേക്കും നാംസോണും അതിന് തയ്യാറാകുന്നു. മറ്റേ ആ ഒരു പെൺകുട്ടി പിന്നീടും നാമിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന അതേ മരുന്ന് തന്നെ വീണ്ടും കൊടുക്കുന്നു. ലോബിസ്റ്റ് ആക്കുന്നതിന് മുമ്പായിട്ട് ഒരു ടെസ്റ്റ് നടത്തുവാനായിട്ടായിരുന്നു ഷിയോ നാംസോണിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മെഷീനൊക്കെ വെച്ചിട്ട് നാംസോണിന്റെ മേത്തേക്ക് പ്രസ് ചെയ്യുവാനൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും അവളും അതിനെ തടഞ്ഞു നിർത്തുവാൻ പരമാവധി ശ്രമിക്കുന്നു. അങ്ങനെ അവളുടെ ഉള്ളിലെ പവേഴ്സൊക്കെ ഉണരുമ്പോഴത്തേക്കും ആ ഒരു വിവരമൊക്കെ അമ്മയും മുത്തശ്ശിയും ഒരുപോലെ മനസ്സിലാക്കുകയാണ്. അമ്മയും ബൈക്കൊക്കെ എടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു. ഷിയോയും ആ മിഷന്റെ പവറൊക്കെ കൂട്ടിക്കൂട്ടി കൊടുക്കുകയാണ്. നാംസോണും എങ്ങനെയൊക്കെയോ അത് തടഞ്ഞു വെക്കുവാനും ശ്രമിക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.